ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കറിവേപ്പില വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ആദ്യം തന്നെ ചൂടായ ചീനച്ചട്ടിയിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഇതുപോലെ 2 കപ്പ് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമെല്ലാം കളഞ്ഞു വെച്ച കറിവേപ്പിലയാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുകയാണ്. മുഴുവൻ കുരുമുളകാണ് ചേർത്ത് കൊടുത്തത്, കുരുമുളക് പൊടിയല്ല. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് കറിവേപ്പില നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണ വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ കറിവേപ്പില നന്നായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ്. ചൂടാറി വന്നപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡർ ആയിട്ടല്ല, ഒരു തരിയോട് കൂടിയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി വീണ്ടും ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് വറ്റൽമുളകാണ്. ഞാനിവിടെ 2 വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 20 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. 10 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ചെറിയുള്ളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും പൊടികളെല്ലാം മൂത്ത് കിട്ടും. ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അത് ചീനച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ തക്കാളി ചീനച്ചട്ടിയിൽ കിടന്ന് അതിന്റെ വെള്ളം എല്ലാം വറ്റി നന്നായിട്ട് വെന്ത് അതിന്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് ഇതുപോലെയായി കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച കറിവേപ്പില പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പൊടിച്ച കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞ് ആ വെള്ളം കൂടി ചീനച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ മെഷർ ചെയ്തിട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ കറി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് ഒരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ കറി ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ കറിയിലെ വെള്ളം എല്ലാം വറ്റിയിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് കറി നല്ല കറക്റ്റ് പാകമായിട്ട് കിട്ടും. ഇപ്പോൾ ഈ കറി വെള്ളം എല്ലാം വറ്റിയിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. സാധാരണ നമ്മൾ കറികളിൽ കറിവേപ്പില ചേർത്താലും അതാരും കഴിക്കാറില്ല, എടുത്ത് കളയലാണ് പതിവ്. അപ്പോൾ ഇതുപോലൊരു കറി ഉണ്ടെങ്കിൽ അതെല്ലാവരും കഴിച്ചോളും. കറിവേപ്പിലയുടെ ഗുണങ്ങളെല്ലാം എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കറിവേപ്പില വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്